സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് മറ്റൊരു സംസ്ഥാനത്തുണ്ടാവില്ല കേരളത്തിൽ അറസ്റ്റ് ചെയ്തതുപോലെ. മസ്കറ്റിൽ ജോലി ചെയ്യുന്നതിനെ പോലും അവിടുന്ന് പിടിച്ചിറക്കി കേരളത്തിൻ്റെ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ. ഏതെല്ലാം മേഖലകളിൽ? കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? ഞാൻ ദീർഘമായി സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഓടിച്ചു പറയുകയാണ്. ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? കടബാധ്യത കൊണ്ട് നമ്മൾ വീർപ്പുമുട്ടുകയാണ്. കടുത്ത പ്രയാസമാണ്. നിങ്ങൾ നരേന്ദ്രമോദി നിങ്ങൾക്ക് അധികരിപ്പിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില 10 റുപ്യ ഇളവ് തരാതെ പിണറായി വിജയൻ അതുപോലെ വാങ്ങി വെക്കുന്നുണ്ട്. 10 കൊല്ലമായി. ഉമ്മൻചാണ്ടി വാങ്ങിയിരുന്നില്ല. DK ശിവകുമാറോ അല്ലെങ്കിൽ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോ വാങ്ങുന്നില്ല. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ വാങ്ങുന്നില്ല. പക്ഷെ 10 കൊല്ലമായിട്ടും നിങ്ങൾ വാങ്ങുന്നുണ്ട്. കിട്ടാവുന്ന ടാക്സുകൾ മുഴുവൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ നഗരസഭയിൽ അകത്തു നിൽക്കുന്ന ഇവിടുത്തെ കച്ചവടക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ടാക്സ് എത്ര വർദ്ധിപ്പിച്ചു? കടകളുടെ, വീടുകളുടെ, തൊഴിലുകളുടെ ഏതു ടാക്സാണ് വർദ്ധിപ്പിക്കാത്തത്? ഇതൊക്കെയും പിടിഞ്ഞെടുത്തിട്ടും എന്താണ് കേരളം കടത്തിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശമ്പളം കൊടുക്കാൻ പൈസ കടം വാങ്ങണം, പെൻഷൻ കൊടുക്കാൻ പൈസ കടം വാങ്ങണം. ഞാൻ CPM-കാരോട് സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ഒരു രാജ്യത്തിലെ ഏറ്റവും ഐക്കണെന്ന് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലക്ക് നിങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ വിലയിരുത്തുന്നത്? 3 കാര്യങ്ങളാണ്. ഒന്ന് ആരോഗ്യം, ഒന്ന് വിദ്യാഭ്യാസം, ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി. ഇതാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ അടയാളം എന്ന് പറയുന്നത്. കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്താണ്? ഞാനത് LDFൻ്റെ 10 കൊല്ലത്തെ മാത്രം പ്രശ്നമെന്ന് പറയുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ നിങ്ങളതിൻ്റെ തോത് വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് നിന്ന് സർവീസിനെ ഒഴിവാക്കി. ഈ കാഞ്ഞങ്ങാടിൻ്റെ സകല കടയുടെയും മുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നുകൂടി. അണയുടെ സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാക്കി മാറ്റി. ഒരു ഇടതുപക്ഷ സർക്കാർ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾക്ക്, കേരളത്തിലേക്ക് സ്വാശ്രയ യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾ പരവതാനി വിരിച്ചു കൊടുത്തു. നമ്മുടെ കുട്ടികളൊക്കെ രാജ്യം വിടുകയാണ്. ഏത് കുട്ടികൾക്കാണ് ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഈ കാഞ്ഞങ്ങാടങ്ങാടിയിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ സഹായം ചെയ്തു കൊടുക്കുന്ന ട്രാവൽ രീതിയിലുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്? എത്ര എണ്ണമുണ്ട്? എത്ര കുട്ടികൾ ഇത്തവണ ജർമ്മനിയിലേക്ക് പോയി എന്ന് നിങ്ങൾക്കറിയുമോ? UK-യിലേക്ക് പോയി എന്നറിയുമോ? അമേരിക്കയിലേക്ക് പോയി എന്ന് നിങ്ങൾക്കറിയുമോ? പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത വിധം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ സർവീസിനെ നിങ്ങൾ എടുത്തു കളഞ്ഞു. 82,000 സീറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല. 82,000 സീറ്റുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ആ കോഴ്സുകളിലേക്ക് വരാൻ ആളുകളില്ല, ആളുകൾ വരണില്ല. എൻ്റെ സഖാക്കളെ, നിങ്ങൾ പഴയ പോസ്റ്റുകൾ എടുത്ത് പരിശോധിക്കണം. നിങ്ങൾ കേരളത്തെ താരതമ്യം ചെയ്തത് സ്കാൻഡിനേവിയൻ കൺട്രികളോടാണ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടാണ്. ഈ രാജ്യം പുരോഗമിക്കണം, മുന്നോട്ട് പോകണം. ഏതുപോലെ? സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെപ്പോലെ. എന്നാൽ സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ നിയമസഭയിൽ പറയുന്നത് നിങ്ങൾ ആന്ധ്ര നോക്കൂ എന്നാണ്, നിങ്ങൾ തമിഴ്നാട് നോക്കൂ എന്നാണ്, നിങ്ങൾ കർണാടക നോക്കൂ എന്നാണ്. അതിനേക്കാൾ ഭേദമല്ലേ കേരളം എന്നാണ്? താരതമ്യ പഠനത്തിൽ പോലും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുമോ കേരള യൂണിവേഴ്സിറ്റി വരുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനിന് കത്തെഴുതി ഈ മലയാളം. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കത്തുണ്ട് അവിടെ. മറുപടി കത്ത്. ക്ഷമിക്കണം, എനിക്ക് വരാനാവില്ല. ഓർത്തു നോക്കൂ നിങ്ങൾ, ആൽബർട്ട് ഐൻസ്റ്റീന് കത്തെഴുതിയിട്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ VC ആവണമെന്ന് പറയാൻ ഒരു സ്റ്റേറ്റ് ആഗ്രഹിക്കുക, ധൈര്യമുണ്ടാവുക. ആ നാടാണ് നമ്മുടെ കേരളം. സ്വപ്നങ്ങൾ വലുതായിരുന്നു. എത്ര വലിയ സ്വപ്നമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കേന്ദ്രമായി ഈ കേരളത്തെ മാറ്റും. പഠിക്കാൻ വേണ്ടി സ്കാൻഡിനേവിയൻ കൺട്രികളിലേക്ക് പോകുന്നവന് തത്തുല്യമായ പഠനം ഇവിടെ ഉണ്ടാവും. ഉണ്ടായോ സ്നേഹമുള്ളവരെ? 10 കൊല്ലത്തിനിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റേറ്റിംഗ് എന്താണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. സഖാക്കളെ, നിങ്ങളുടെ മുഖ്യമന്ത്രി മാത്രമല്ല, ഭാര്യ കമല മാത്രമല്ല, മക്കൾ മാത്രമല്ല, പേരക്കുട്ടിയെ കൂടി കൂട്ടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ വിദേശ യാത്രകൾ എത്രയാണെന്നറിയോ നിങ്ങൾ? 26 വിദേശ രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി പോയി.
26 വിദേശ രാജ്യങ്ങളിൽ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ 2 കൊല്ലം കൊറോണ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അത് 50 ആകുമായിരുന്നു. 26 വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി പോയി. ജപ്പാനിൽ, കൊറിയയിൽ, US-ൽ, കാനഡയിൽ. ഇതാ ഞാനിവിടെ നിൽക്കുകയാണ്, കാഞ്ഞങ്ങാട് ഇല്ലേ. ഈ സായാഹ്നത്തിൽ ഞാൻ ചോദിക്കട്ടെ സഖാക്കളോട്, ഒരൊറ്റ MOU ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിദേശ സന്ദർശനത്തിന് ശേഷം നിങ്ങളുടെ മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടുണ്ടോ? ഞാൻ ഇതുപോലെ ഇവിടുത്തെ സംഘാടകരോട് പറഞ്ഞ് മൈക്ക് കെട്ടിച്ച് മാപ്പ് പറയും നിങ്ങളോട്. നിങ്ങൾ പറയൂ, ഒരൊറ്റ MOU 26 രാജ്യങ്ങൾ, മക്കളും കുടുംബവും പേരക്കുട്ടിയും അടക്കം പരിവാര സമേതം. അതിലറിയോ നിങ്ങൾ, ജപ്പാനിലെ ഒരു ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കൊടുത്ത, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുത്ത പൈസ 2 ലക്ഷം രൂപയാണ്. ആയിക്കോട്ടെ, പരിവാരങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് 2 ലക്ഷം രൂപ. ഞാൻ ഒരു കണക്ക് പറഞ്ഞു എന്ന് മാത്രം, സമയമില്ല. 26 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് 10 റുപ്യയുടെ ഒരു MOU നിങ്ങൾ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പൊട്ടനെയും ഈ 26 രാജ്യത്ത് പോയിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് വസ്തുത. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളും വന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന, ഡാവോസിൽ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. കേരളത്തിൻ്റെ മന്ത്രി രാജീവ്, പരിവാരങ്ങൾ, ചീഫ് സെക്രട്ടറി അവിടേക്ക് പോയത് 10 കോടി രൂപ ചെലവഴിച്ചാണ്. 10 കോടി രൂപ. ഞാൻ ഈ സംസാരിക്കുന്നത് വരുന്ന വഴിയിൽ ഞാൻ കബീറിൻ്റെ കൂടെ വരുമ്പോൾ കാറിൽ നിന്ന് അത് സെർച്ച് ചെയ്യായിരുന്നു. ഈ നിമിഷം വരെ അവിടെ ഒരു പരിഗണന പോലും കിട്ടിയിട്ടില്ല ഡാവോസിൽ. അവിടെ DK ശിവകുമാർ അവിടെ സംസാരിച്ചു. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഏതൊക്കെയോ ലോക്കൽ ചാനലിൽ തട്ടിക്കൂട്ടിയ അഭിമുഖം വെച്ച് നിങ്ങളുടെയും എൻ്റെയും 10 കോടി രൂപ ചെലവഴിച്ച് ഈ പറയുന്ന മന്ത്രി അവിടെ ആഘോഷിക്കുകയാണ്, അവിടെ പരിഹാസ്യനായിട്ട് നിൽക്കുകയാണ്. എന്തു ഭരണമാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത്? ഈ രാജ്യത്തിൻ്റെ വർഗീയത പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് നിങ്ങൾക്ക് മറച്ചു വെക്കേണ്ടത് ഇതൊക്കെയാണോ എന്നാണ് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. സഖാക്കളെ, അഴിമതി ഞാൻ പറയണോ? അഴിമതിയുടെ കണക്കുകൾ ലൈഫ് മിഷൻ മുതൽ, K-ഫോൺ മുതൽ, K-റെയിൽ മുതൽ, K-ക്യാമറ മുതൽ, സ്വർണ്ണക്കടത്ത് മുതൽ, ഡോളർ കടത്ത് മുതൽ, ശിവശങ്കരൻ ജയിലിൽ പോയത് വഴി എന്തെല്ലാം അഴിമതി. ഇന്ന് ഏഷ്യാനെറ്റിലെ എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയുമോ? പയ്യന്നൂരിൽ രക്തസാക്ഷിയുടെ പേരിൽ നിങ്ങൾ പിരിച്ചെടുത്ത പണത്തിൻ്റെ 1 കോടിയുടെ തട്ടിപ്പ്. പറയുന്നത് കോൺഗ്രസ് അല്ല, പറയുന്നത് ലീഗുമല്ല, പറയുന്നത് നിങ്ങളുടെ സന്തത സഹചാരിയായ ഒരു CPM നേതാവ്. 1 കോടി രൂപ. രക്തസാക്ഷി എന്ന് പറയുന്നത് CPMൻ്റെ ഒരു വൈകാരികതയല്ലേ സഖാക്കളെ? ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രാമപ്രദേശങ്ങളിൽ, ഈ നഗരപ്രദേശങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച പാവങ്ങളില്ലേ? അവനോടാണ് എൻ്റെ ചോദ്യം. നീ ഈ കള്ളത്തരത്തിൽ പങ്കില്ലാത്തവനാണ്, ഇതിപ്പോഴെങ്കിലും ശരിയാവും എന്ന് വിചാരിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവനാണ്. സൈബറിടങ്ങളിൽ വന്നിട്ട് ഞങ്ങളെയൊക്കെയും തെറി വിളിക്കാൻ നിന്റെ പേനയും നിന്റെ നെറ്റും ഉപയോഗിക്കുന്നവനാണ്. ഞാൻ നിന്നോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വികാരമല്ലേ രക്തസാക്ഷി എന്ന് പറയുന്നത്? രക്തസാക്ഷി ജീവിച്ചിരിക്കുന്നു നമ്മളിലൂടെ എന്നല്ലേ? ഇതാ തൊട്ടടുത്ത പയ്യന്നൂരിൽ CPMൻ്റെ നേതാവ് ഇന്ന് ടെലിവിഷൻ അഭിമുഖം കൊടുത്തു പറഞ്ഞിരിക്കുന്നു, 1 കോടിയോളം നിർദാക്ഷിണ്യം അവിടുത്തെ നിങ്ങളുടെ നേതാക്കന്മാർ കട്ടെടുത്തു. എൻ്റെ വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരിയിൽ അതിഭീകരമായ വെട്ടിപ്പുണ്ടാക്കി. ആരോടാണ് പരാതി പറയേണ്ടത്? അതാണ് രസം. ആരോടാണ് പരാതി പറയേണ്ടത്? പരാതി പറയേണ്ടത് ഒരു മല മുഴുവൻ കട്ടിരിക്കുന്ന കള്ളനോടാണ്. മലകട്ട കള്ളനോട്, കുന്നിടിച്ചവനെ കുറിച്ച് ആര് പോയി പറയാൻ? CPMകാരാ? ഈ നാട്ടിലെ കൊള്ളകളെക്കുറിച്ച് ആര് പരാതി പറയും? നാട്ടിലൊരു പഴമൊഴിയുണ്ട്, മൊല്ലാക്ക നിന്ന് മൂത്രമൊഴിച്ചാൽ കുട്ടികൾ നടന്ന് മൂത്രമൊഴിക്കും. CPMകാരാ, എൻ്റെ മൊല്ലാക്ക നിന്ന് കക്കുകയാണ്, പിന്നെ എല്ലാ ഇടങ്ങളിലും ആളുകൾ നടന്ന് കക്കുകയല്ലാതെ പിന്നെ അതിന് വേറെ എന്ത് പരിണതി ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തുതരം അഴിമതിയാണ്? ഒരു കാര്യം നിങ്ങൾ അറിയുമോ? അഴിമതിയുടെ പണം മുഴുവൻ ഞാൻ ആരോപിക്കുന്നു 1000 വട്ടം. ആ പണം മുഴുവൻ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിലെ യാത്ര നടത്തിയത്. തീരുന്നില്ല. കേരളത്തിൽ ആ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇടമേതെന്നറിയുമോ? അത് ഊരാലുങ്കലാണ്. സർക്കാരിന് പ്രോജക്റ്റുകൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ സംസാരിക്കുന്നത് കാഞ്ഞങ്ങാടല്ലേ? ഇത് കാസർഗോഡിൻ്റെ ഭാഗമല്ലേ? കാസർഗോഡ് നിങ്ങൾ കുറച്ച് ആളുകളെ പരിചയപ്പെട്ടാൽ, അത്യാവശ്യം ജീവിത സൗകര്യമുള്ള ഒരാളെ പരിചയപ്പെട്ടാൽ അയാൾ പറയും ഞാൻ ഗൾഫിലാണ്. എന്നാൽ രണ്ടാമതൊരാൾ പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? ഞാനൊരു കോൺട്രാക്ടറാണ്,
എനിക്ക് പണി ഉണ്ട്, അവിടെ പണിയുണ്ട്, ഇവിടെ പണിയുണ്ട്, എല്ലാ പണിയും കാസർഗോട്ടുകാരെടുക്കും, അധ്വാന ശീലമുള്ളവരാണ്. ഞാൻ ചോദിക്കട്ടെ, ആ കോൺട്രാക്ടർമാരോട്, ഷാജിയോട് പറയണ്ട, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ കോൺട്രാക്ടർ ഇവിടെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടുവോളം പണി കിട്ടി ഈ 10 കൊല്ലമെന്ന്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ബുദ്ധിമുട്ടുകളില്ലായിരുന്നു ഈ 10 കൊല്ലമെന്ന്. 10 വർഷക്കാലം നിങ്ങൾ പോറ്റി വളർത്തിയത് ഒരൊറ്റ കോൺട്രാക്ടറെയാണ്, അത് ഊരാലുങ്കലാണ്. ഞാൻ ഒരൊറ്റ കണക്ക് പറയട്ടെ നിങ്ങളോട്, എല്ലാത്തിനെയും മുതലെടുക്കുക. ശബരിമലയിൽ പോലും അവിടെ ശബരിമലയിൽ ഉണ്ടാക്കി നിങ്ങൾ അവിടെ വെച്ച അയ്യപ്പ സംഗമമുണ്ടല്ലോ, അതിൻ്റെ വേദി കെട്ടാൻ ഊരാലുങ്കൽ, അതുപോലും ഒരു ഇവന്റ് മാനേജ്മെന്റിന് കൊടുത്തില്ല. വയനാട്ടിലെ മഹാദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തം നടന്ന പുഴയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കാൻ സർക്കാർ വെച്ച സംഖ്യയുടെ വലിപ്പം അറിയുമോ? 195 കോടി രൂപ, 0.55, 55 ലക്ഷം. 195 കോടി രൂപ, 55 ലക്ഷമാണ് വയനാട്ടിലെ ദുരന്തമുണ്ടായപ്പോൾ. ദുരന്തവും ഈ സർക്കാരിന് ആഘോഷമാണ്, ദുരന്തവും ഈ സർക്കാരിന് ആഘോഷമാണ്. തീരുന്നില്ല. വയനാട്ടിലെ വീടുകളുടെ പ്രോജക്റ്റ്, ഒരു കാര്യം ഞാൻ സാമാന്യ യുക്തിയോടെ ചോദിക്കട്ടെ, എന്നോട് നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം. അവിടേക്ക് നിങ്ങൾ കൊടുത്തത് 750 കോടി രൂപയാണ് വയനാട്ടിലെ പ്രോജക്റ്റുകളായി. നിങ്ങൾ 700 ചില്ലാനം കോടിയാണ് ഊരാലുങ്കന് കൊടുത്തത്. നിങ്ങൾ വയനാട്ടിൽ എത്ര വീടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളുടെ കാസർഗോട്ടുകാരനായ മായിൻചയുടെ പഴയ എസ്റ്റേറ്റിലല്ലേ അത് ആ പണി നടക്കുന്നത്? ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. സർക്കാർ പോലും പറയുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന വീടിന് 20 ലക്ഷം രൂപയുണ്ടെന്ന്. എന്നാൽ ഞാൻ അനുമാനിക്കുന്നു നിങ്ങൾ കൊടുക്കുന്ന വീടിന് അധിക ചെലവോടുകൂടി 20 ലക്ഷം രൂപ. എത്ര വീടാ കൊടുക്കുന്നത്? 400 വീടാണ്. ഒരു വീടിന് 20 ലക്ഷം രൂപ. സഖാവേ, എങ്ങനെ കണക്ക് കൂട്ടിയാലും അതിൻ്റെ വലിപ്പം 80 കോടിയാണ്. 700 കോടിയുടെ പ്രോജക്റ്റാണ് കൊടുത്തത് ഊരാലുങ്കലിന്. 400 വീടിന് 700 ചില്ലാനം കോടി രൂപ അല്ലേ? അപ്പോൾ ഒരു വീടിന് 20 ലക്ഷം ഉണ്ടെങ്കിൽ, സർക്കാർ പറയുന്നില്ല കേട്ടോ 20 ലക്ഷം, ഞാൻ പറയുന്നു 20 ഉണ്ടെങ്കിൽ 80 കോടി അല്ലേ? അവിടേക്ക് റോഡ് വെട്ടാൻ ഒരു 40 കോടി, ഒരിക്കലും വേണ്ട, 4 കോടി പോലും വേണ്ട, ഞാനിട്ട് കളിക്കുന്നു. ഒരു 40 കോടി. അവിടെയുള്ള മറ്റ് സൗകര്യങ്ങൾ അതും പോകട്ടെ, ഒരു 100 കോടി, പിന്നെയും 200 ആക്കിക്കോ. ബാക്കി പണം എവിടെയാണ് സഖാബേ? ഞങ്ങൾക്കും കണക്കറിയാലോ. ഞാൻ കാസർഗോട്ടിലെ കോൺട്രാക്ടർമാരോട് പറയട്ടെ, നിങ്ങളൊന്ന് വന്നൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഷാജി നുണ പറയുകയാണ് എന്നൊന്ന് പറയുമോ? നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുമോ? ഒരു സഖാബ് കോൺട്രാക്ടറോട് ഞാൻ ചോദിക്കട്ടെ, 400 വീടുണ്ടാക്കി കൊടുക്കാൻ 700 ചില്ലാനം കോടിയുടെ കണക്കിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ കണക്ക്? അതിഭീകരമായ കൊള്ള, എല്ലാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലും എല്ലാത്തിലും കൊള്ള നടത്തുന്ന ഒരു സർക്കാർ, അറിയോ നിങ്ങൾ? എന്നിട്ടോ അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാട്ടിൽ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല, ആളുകൾക്ക് ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല, അവരുടെ ഒരു ആനുകൂല്യമില്ല, അധ്യാപകന്മാർ വേറെ, എന്തിന് പോലീസുകാരുടെ സ്ഥിതി എന്താണ്? നിങ്ങളൊരു ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചു നോക്ക്. എന്ത് പുരോഗതിയാണ് അവർക്ക് ഈ 10 കൊല്ലക്കാലത്തിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന, സർക്കാരിനെ പണിതെടുക്കുന്ന ഇവിടുത്തെ പോലീസുകാരന് എന്താ ആനുകൂല്യം? ഇവിടുത്തെ അധ്യാപകന്, ഇവിടുത്തെ തൊഴിലാളിക്ക് ഒരു ആനുകൂല്യമില്ല. ആകെ ആനുകൂല്യം ആർക്കെന്നറിയുമോ? ഈ പോലീസുകാരൻ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന പ്രതി ജയിലിലെത്തിയാൽ അവന് 650 രൂപ ദിവസക്കൂലി കിട്ടും. എന്തൊരു സന്തോഷം! ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഒരാൾ കഞ്ചാവ് വിരിച്ചിട്ടിട്ട് അതിനടുത്ത് കിടന്നുറങ്ങി. ഉണങ്ങാൻ വെച്ചതെന്നാണ് പറയുന്നത്. പോലീസ് പിടിച്ചിട്ട് പലരും പറഞ്ഞതെന്താ വെച്ചാൽ ഇയാൾ ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് തിന്നു നോക്കിയപ്പോൾ ഉറങ്ങിപ്പോയതാണ്. പക്ഷേ സത്യം അതൊന്നുമല്ല, ഇയാൾ അങ്ങനെ മനഃപൂർവ്വം നിന്നതാണ്. എങ്ങനെയെങ്കിലും പോലീസ് പിടിച്ച് ജയിലിലിട്ടാൽ ഇവിടെ കഞ്ചാവ് വിട്ട് ജീവിക്കുന്നത് നല്ലത്. നിങ്ങൾ കണക്കൂട്ടേണ്ട ഒരു കാര്യം എന്താ? നിങ്ങൾ പ്രവാസികൾ പ്രത്യേകിച്ച് കണക്ക് കൂട്ടിക്കോ. 10 കൊല്ലം ജയിലിൽ നിന്നാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ 22 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. ഗൾഫ് പോയി 10 കൊല്ലം നിന്നിട്ട് 22 ലക്ഷം റുപ്യൻ്റെ വീടെടുത്ത എത്ര പാവങ്ങളുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. നിങ്ങൾക്ക് എന്തെല്ലാം ചിലവുണ്ട് അല്ലേ? ഗൾഫിൽ പോയാൽ റൂമിൻ്റെ വാടക കൊടുക്കണം, ജയിലിന് വാടകയില്ല. തിന്നുന്ന ഭക്ഷണത്തിന് പൈസ കൊടുക്കണം, ജയിലിലെ ഭക്ഷണത്തിന് പൈസ ഇല്ല. കുടിക്കുന്ന വെള്ളത്തിന് പൈസ കൊടുക്കണം, ജയിലിലെ വെള്ളത്തിന് പൈസ ഇല്ല. എല്ലാം ഫ്രീ ആണ്, ഭക്ഷണം ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. ഇപ്പം പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് പറയുന്നത് ഒന്നുമില്ല, ജയിലിൽ പോയി കിടന്നുകൊണ്ട് ഞങ്ങൾ 650 രൂപ കിട്ടൂല. എന്താണ് 10 കൊല്ലം കിടന്നാൽ 22 ലക്ഷം രൂപ കിട്ടുക. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ മുമ്പിലാണ് ആശാ വർക്കർമാർ സമരം ചെയ്തത്. കൊടുത്തില്ല, നിങ്ങൾ ആനുകൂല്യം കൊടുത്തില്ല, അധ്യാപകർക്കില്ല,
ആർക്കുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ എന്താണ് ജൂനിയർ മാൻഡ്രാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ജഗതിയുണ്ട് പോലീസിന്റെ മുമ്പിൽ പായ വരിച്ച് കിടക്കണത്, എന്നൊന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ കാണാൻ പോകുന്നത് അതാണ് ആളുകൾ എന്നൊന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ മുമ്പിൽ കിടക്കേണ്ടി വരും. ആർക്കാണ് സ്നേഹമുള്ളവരെ ആനുകൂല്യമുള്ളത്? ഇതൊക്കെ നിങ്ങൾ കട്ടു, ഞങ്ങൾ വിട്ടു പോട്ടെ, കള്ളന്മാരങ്ങ് കയറിയാൽ അങ്ങനെ തന്നെ സ്വാഭാവികം. എന്നാലും കട്ട് ദൈവത്തെയും മോഷ്ടിച്ചെടുക്കാൻ മാത്രം നിങ്ങൾ വളർന്നു എന്നുള്ളത് ശബരിമലയിലൊക്കെ കട്ടത് ചെറിയ കേസാണോ? നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇത്? നിങ്ങൾ ചെയ്തതല്ലേ? നിങ്ങളുടെ മുൻ MLA ജയിലിലല്ലേ? നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലേക്ക് പോകുമല്ലേ? നിങ്ങൾ കടകംപള്ളിയെ രക്ഷിക്കാൻ വേണ്ടി കളിക്കല്ലേ? ശബരിമല ഒരു വിശ്വാസ പ്രശ്നമല്ലേ സഖാവേ? ഇവിടെ ഈ വർഗീയതൊക്കെ പറയുന്നത് ഇതൊക്കെ മറക്കാനായിരിക്കാം, ശരിയാണ്. പക്ഷെ ശബരിമല ഒരു വലിയ ഇഷ്യൂ അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും ശക്തിയുള്ള ദൈവം എന്ന് ഈ രാജ്യത്തിലെ ഹിന്ദു മതവിശ്വാസികൾ വിചാരിക്കുന്നത് അയ്യപ്പനെയാണ്. ഇന്ത്യയിലെ മുഴുവൻ ആളുകളും മണ്ഡലകാലമായാൽ ശബരിമലയെ കൊഴുക്കാണ്. റോഡുകളിൽ മുഴുവൻ കാണാങ്ങൾ, നടന്നു പോകുന്നവര് എത്ര പേര്. അത് കേവലം ഒരു ദൈവശക്തിയുടെ മാത്രമല്ല, കഠിന വ്രതം എടുക്കണം, 41 ദിവസത്തെ വ്രതം. എന്നിട്ട് അതിന് എന്താണ് കൃത്യമായ പഞ്ചശുദ്ധി വരുത്തണം. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ ശക്തിയിൽ അതിനെ നിയന്ത്രിക്കണം. മനസ്സിനെ, ശരീരത്തെ എല്ലാം നിയന്ത്രിച്ച് ശക്തി പ്രാപിച്ച് ആ മനുഷ്യൻ പോവുകയാണ്. മലയാളി എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരൊക്കെ മലക്ക് പോയി വന്നിട്ട് എന്നോട് ഈ കാര്യം പ്രസംഗിക്കുമ്പോൾ എന്നോട് പറയും, മലയാളികൾ പോയാലൊക്കെ ചെറിയ പൈസയൊക്കെ ഇടുക, പക്ഷെ ആന്ധ്ര, മഹാരാഷ്ട്ര, കർണാടക ഇവിടെ നിന്നൊക്കെ വരുന്ന വിശ്വാസികൾ സ്വർണ്ണമാല പൊട്ടിച്ചിട്ട് കാണിക്കിടും. അവർക്കറിയില്ലല്ലോ കള്ളൻ്റെ കയ്യിലാണ് ഈ പൊന്ന് കൊടുക്കുന്നത്, ഇവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ സാധുക്കൾക്ക് അറിയില്ലല്ലോ. അതടിച്ചു മാറ്റില്ലേ നിങ്ങൾ? നമ്മുടെ നാടിനെ വിശ്വസിച്ചിട്ടല്ലേ ആ പാവങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ ദൈവത്തിന് കാണിക്കയിടുന്നത്? ദൈവത്തിൻ്റെ കാണിക്ക അടിച്ചു മാറ്റുന്ന ഒരു വിഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇത് മറക്കണം അല്ലേ ജനങ്ങൾ? എൻ്റെ സ്നേഹമുള്ള പഞ്ചായത്ത് മെമ്പർമാരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിച്ചവരെ, സഹികെട്ടിട്ടാണ് നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്തത്, കേരളം മുഴുക്കെ ജയിപ്പിച്ചത്. കേരളം മുഴുക്കെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. നിങ്ങൾ മറുപടി പറയോ? മറുപടി ഉണ്ടോ? വീട്ടിൽ പോയി പാത്രം കഴിയാൻ തീരോ? MA പ്രശ്നം ജനങ്ങളുടെ പ്രശ്നം അതാ. ജനങ്ങളുടെ പ്രശ്നമുണ്ട്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചോദിക്കണു, അരിയുടെ വില എത്രയാണ്? എത്ര തവണയാണ് ഈ കാഞ്ഞങ്ങാട് അങ്ങാടിയിലെ അരി മാർക്കറ്റിൽ വില കൂടിയത്, സാധാരണ ഇടങ്ങളിൽ വില കൂടിയത്? ഇതൊന്നും നിങ്ങൾ ഇരുവൃക്കകളും തകരാറിലായ പുതിയ കോട്ടയിലെ രാജുവിൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു ജീവൻ നൽകിയാൽ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയവരെ പോലെയാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാവരും അവരാൽ കഴിയുന്ന നല്ല സഹായം ചെയ്യണം. ഈ ഇടയിൽ പറഞ്ഞതെന്താ പറഞ്ഞാൽ, ഷാജി പ്രസംഗം നിർത്തിയാൽ നിങ്ങളുടെ പോയി കളയും. അതുകൊണ്ട് ആ കിട്ടുന്ന സഹായം മുടങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ സഹികെട്ട് ജനങ്ങൾ തിരിച്ചടിച്ചതാണ്. ഗൃഹസമ്പർക്കം നടത്തിയാൽ തീരാവുന്നൊരു കാര്യമല്ല. ഞാൻ വിചാരിച്ചു ഈ MA ബേബി പോയിട്ട് വീട്ടിൽ, അയാൾ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്, ഇയാൾ വീട്ടിൽ പോയിട്ട് ഈ പാത്രം കഴുകുക. നിങ്ങൾ ഈ തമ്പി കണ്ണന്താനത്തിൻ്റെ 10-30 കൊല്ലം മുമ്പുള്ള സിനിമയുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാരെന്നാണ് അതിൻ്റെ പേര്. അതിലൊരു രാഷ്ട്രീയക്കാരൻ ഒരു കുട്ടിയെ സ്നേഹിക്കുന്ന ഭാവത്തിൽ അതിൻ്റെ മൂക്കള പിടിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ആരും കാണാതെ അയ്യോ ഉടുമ്പിൻ്റെ മണം എന്ന് പറഞ്ഞിട്ട് ഡെറ്റോൾ ഇട്ട് കഴുകുന്നുണ്ട്. എൻ്റെ സഖാവേ, ഒരു 30 കൊല്ലം ഔട്ട്ഡേറ്റഡായ തന്ത്രങ്ങളാണ് ഇതൊക്കെ. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ആരാണ് ഈ CPM-കാരെ ഈ തരത്തിൽ കുടിയിൽ വീഴ്ത്തിയത്? അപ്പോഴാണ് മനസ്സിലായത് CPM-ന് പുതിയ കനകോല് വന്നിട്ടുണ്ട്. ആരാന്നറിയോ? നമ്മളെ ജനറേഷൻ എന്ന് വിളിക്കണ അഴീക്കോട് മത്സരിക്കാൻ വന്ന നികേഷാണ്. ഇപ്പോൾ CPM-ൻ്റെ സ്ട്രാറ്റജിസ്റ്റ് അയാളാണ്. അയാളെ വെച്ചിട്ടാണ് ഈ പുതിയ ആലോചനകളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നുണ്ട്. സതീശൻ രാഷ്ട്രീയം പറഞ്ഞു. എന്താ സതീശൻ പറഞ്ഞത്? വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ നാളെ ഈ ഭൂമിയിൽ നിന്ന് പോകും, ഞാനും പോകും. പക്ഷെ നാളെ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? എന്തിനാണ് ഈ വർഗീയത പറയുന്നത്? എന്തിനാ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നത്? എന്തിനാ ആളുകളെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്?
ഞങ്ങൾ പറയുന്ന ആരോപണം ശരിയല്ലേ സഖാക്കളെ? രാംദാസ് അത്താവാലെ ഇന്ന് പറഞ്ഞത് എന്താണ്? പിണറായി വിജയൻ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ NDAയിലേക്ക് ക്ഷണിച്ചു എന്നല്ല. മഹാരാഷ്ട്രയിൽ സഹായം ചെയ്തിട്ടുണ്ട്. BJPയുടെ മന്ത്രിക്ക് സഖാവ് പിണറായി വിജയൻ എന്തു സഹായമാണ് മഹാരാഷ്ട്രയിൽ ചെയ്തു കൊടുത്തത്? ഒന്ന് പറഞ്ഞേ. അദ്ദേഹം കോൺഗ്രസ് അല്ലല്ലോ, അദ്ദേഹം ലീഗല്ലല്ലോ. സഖാവേ, നിങ്ങളിവിടെ ചങ്ക് പൊട്ടുമാറ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിഗൂഢമായ അടിത്തറയിലെ ബന്ധങ്ങൾ ഇവരുണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. വെള്ളാപ്പള്ളിയുടെ വാക്ക് വെറുതെയല്ല, ബാലം പറയുന്നത് വെറുതെയല്ല, സജി ചെറിയാൻ പറയുന്നത് വെറുതെയല്ല, വിജയരാഘവൻ പറയുന്നത് വെറുതെയല്ല. ഞാൻ സജി ചെറിയാനോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. നിങ്ങൾ ഈ ജയിക്കുന്നവൻ്റെ മതം നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരൊറ്റ മുസ്ലിം പഞ്ചായത്ത് മെമ്പർ ഇല്ല. എന്ത് കാര്യം? ഉറപ്പല്ലേ? ഒരു ജനസംഖ്യ ആനുപാതിക ക്രമം എങ്ങനെയാണ്? ആ നാട്ടിലെ ജനങ്ങളുടെ ആനുപാതികം അനുസരിച്ചുള്ള പ്രാതിനിധ്യമാണ് ഉണ്ടാവുക. ഏത് പഞ്ചായത്തിലും, ഏത് ജില്ലാ പഞ്ചായത്തിലും. സ്വാഭാവികല്ലേ? ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ എങ്ങനെയാ MLA ആവുന്നത്? സജി ചെറിയാനെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് നിർത്തുന്നത് ആരെയാ? ഹിന്ദു കാൻഡിഡേറ്റിനെയാ? അല്ല, ക്രിസ്ത്യാനിയാണ്. മലപ്പുറത്ത് ഞങ്ങളോട് തോൽപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്നത് അബ്ദുറഹിമാനെയും ജലീലിനെയാണ്, വേറെ ആരെയല്ലല്ലോ. ഇത് സ്വാഭാവികല്ലേ? മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ ഇത്തരം ന്യായങ്ങളാണോ പറയേണ്ടത്? ഇതാണോ വർത്തമാനം? ഇതാണോ? എന്നിട്ട് പറയാണ് ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ KM ഷാജിയെ അങ്ങ് ബലിയാടാക്കി കളയാം. അതാ നിങ്ങളുടെ വിചാരം. ഞാൻ ഒരു കാര്യം സഖാക്കളോട് പറയട്ടെ. ഞാൻ 3 വർഷം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ പ്രസംഗം, സമയം, സന്ദർഭം, മാറ്റർ. ഇന്നലെയാണ് കേരളത്തിൻ്റെ മന്ത്രി MB രാജേഷ് ആ പ്രസംഗം കൊണ്ടുവരുന്നത്. MB രാജേഷിന് ബോധമില്ലായിരുന്നോ? അതല്ലെങ്കിൽ വല്ല ഗുഹയിലും പോയി താമസിക്കുകയായിരുന്നോ? എൻ്റെ 3 വർഷം ആ പ്രസംഗത്തിലെ വരികൾ നിങ്ങൾ എടുത്തില്ല. ഞാൻ പറഞ്ഞ മുദ്രാവാക്യം എന്താണ്? നേരത്തെ ബഷീർ പറഞ്ഞു. ഞാനത് പറയുന്നതിന് മുമ്പ് ഒരു വാചകം പറയുന്നുണ്ട്. മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം. അതിനെതിരെ ഒരു വിശ്വാസിയുടെ മറുപടിയാണ് മതമാണ് പ്രശ്നം. ഞാൻ ഒരു കാര്യം സ്നേഹപൂർവ്വം പറയുന്നു, അതേതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമല്ല. എല്ലാ വിശ്വാസികൾക്കും ഒരു കാര്യം സഖാക്കളോട് ഞാൻ ചോദിക്കട്ടെ. മതമില്ലാത്ത ജീവൻ എന്ന് സ്കൂളുകളിൽ കൊണ്ടുവന്ന പാഠപുസ്തകം ആരുടേതാണ്? MA ബേബി സഖാബിൻ്റേത്. ആ പാഠപുസ്തകം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ലീഗാണോ? കോൺഗ്രസ് ആണോ? മുസ്ലിങ്ങളാണോ? ക്രിസ്ത്യാനികളാണോ? ഹിന്ദു സഹോദരന്മാരാണോ? അല്ലല്ലോ. മതമില്ലാത്ത ജീവൻ എന്നത് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ പണം എടുത്ത് സ്കൂൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുവരാൻ MA ബേബിക്ക് എന്താ അർഹത? ചോദിച്ചത് വിശ്വാസികളാണ്. അത് കൊണ്ടുവന്നത് MA ബേബിയാണ്, പിൻവലിപ്പിച്ചത് വിശ്വാസികളാണ്. കാരണം മതമൊരു പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, യേശുവിലല്ല കീശയിലാണ് കാര്യം. MA ബേബിയുടെ ഡയലോഗാണ്. രാജ്യത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാർ, അവരുടെ ജീവിത രീതിയൊക്കെ നമുക്കറിയാം. എത്ര മാതൃകാപരമായിട്ടാണ് ഈ രാജ്യത്തിലെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാർ. അവരെ അപമാനിക്കാൻ MA ബേബിയുടെ ഡയലോഗാണ്, യേശുവിലല്ല കീശയിലാണ് കാര്യം. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികൾ അപമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളല്ലേ? 7-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതം എന്ന് നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചാൽ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? മതമല്ല പ്രശ്നം എന്ന് ഞങ്ങൾ പറയണോ? ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നം. ഒരു കാര്യം കൂടെ സഖാബെ പറയട്ടെ. ശബരിമലയിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ പണം കട്ടുകൊണ്ടുപോകാൻ ഒരു സഖാബിന് ഫലമുണ്ടാവുന്നത് നിങ്ങൾക്ക് മതം ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് മതം ഒരു വികാരമല്ലാത്തത് കൊണ്ടാണ്. പിന്നെയും ഞാൻ പറയട്ടെ, എരിയുന്ന പൊരിയുന്ന വയറാണോ സഖാബെ പ്രശ്നം? അത് മാത്രമാണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മുദ്രാവാക്യം റൊട്ടി കപ്ഡ മക്കാൻ എന്നായിരുന്നു. റൊട്ടി കപ്ഡ മക്കാൻ, വീട്, ഭക്ഷണം, വസ്ത്രം. അത് കിട്ടിയാൽ ഒരു വിശ്വാസിയുടെ പ്രശ്നം തീർന്നോ? അവൻ്റെ പ്രശ്നം തീർന്നോ? പിന്നെ അവന് പ്രശ്നമില്ല. വയറ് നിറഞ്ഞാൽ മതമില്ല, പട്ടിണി മാറിയാൽ മതമില്ല. മതം അവൻ്റെ ജീവിതത്തിൽ മുഴുവനുണ്ടാവും. ശബരിമലയിലെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ പറഞ്ഞു ബ്രഹ്മചാരിയാർ
അയ്യപ്പൻ അല്ലേ? അതുകൊണ്ട് പറഞ്ഞു 10 വയസ്സിൻ്റെ താഴെ 50 വയസ്സിൻ്റെ മുകളിൽ ആ സ്ത്രീകളെ അവിടെ വരാൻ പാടുള്ളൂ. അതവരുടെ വിശ്വാസമല്ലേ, അവരുടെ മതമല്ലേ? ആ മതത്തെ മതമില്ലെന്ന് പറയുന്ന നിങ്ങൾ തെരുവിൽ നവോത്ഥാന മതിലുണ്ടാക്കി തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു മതമാണ് പ്രശ്നമെന്ന്. ഞാൻ ഈ രീതി പ്രസംഗം കേൾക്കുന്ന മുൻവിധിയില്ലാത്ത സഖാബിനോട് ചോദിക്കട്ടെ, എന്താണ് വർഗീയത? വർഗീയതയുടെ നിർവചനം ഒന്ന് പറയും. വർഗീയത ഇതാണ്: പരമതദ്വേഷം. മറ്റു മതത്തെ നിങ്ങൾ നിന്ദിക്കണം, മറ്റു മതത്തെ നിങ്ങൾ കുറ്റം പറയണം. അതാണ് വർഗീയത. കെ എം ഷാജി പറഞ്ഞ വാക്കിൽ അങ്ങനെയാണോ ഉള്ളത്? മതം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതം, ഈ രാജ്യത്തിലെ എല്ലാവരുടെയും മതം. 4599 ജാതിയും മതങ്ങളുമുണ്ട് ഇന്ത്യ രാജ്യത്ത്. അറിയുമോ സഖാബിന്? 4599 ജാതിയും മതവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയുണ്ട്? സഖാബേ, എന്തേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേര് പിടിക്കാത്തത്? നിങ്ങൾ മതനിരാസത്തിൻ്റെ പാർട്ടിയാണ്. ഇന്ത്യയോ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. അതുകൊണ്ട് മതം ഇന്ത്യയുടെ മണ്ണിൽ പ്രശ്നമാണ്, അതിലൊരു സംശയമില്ല. എഹ്സാൻ ജഫ്രി MP ആണ്. അഹമ്മദാബാദിൽ ഈ നരേന്ദ്രമോദി അടക്കമുള്ളവർ നടത്തിയ കലാപത്തിന്റെ മറവിൽ കൊല്ലപ്പെട്ടു പോകുന്നത്. അയാൾ കോൺഗ്രസുകാരനായിരുന്നു. അയാൾ വിശ്വാസിയും മുസ്ലിമുമായതിൻ്റെ പേരിലാണ്. മതം ഈ രാജ്യത്ത് അപകടകരമാം വിധത്തിൽ നമ്മെ വേട്ടയാടാറുണ്ട്. മതം പലപ്പോഴും നമ്മെ അപകടപ്പെടുത്താറുണ്ട്. അപ്പോഴും പക്ഷെ വിശ്വാസിക്ക് കളഞ്ഞു കുടിക്കാവുന്നതല്ല മതം. അവനവൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കേണ്ടതാണ് മതം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയുണ്ടല്ലോ ചെറിയാൻ, നിങ്ങൾ പറഞ്ഞതും എന്താണ്? ഇവിടെ ജയിക്കുന്നത് മതം. കാസർഗോഡ് അല്ലേ, ചെങ്ങന്നൂരിൽ ഇയാൾ ജയിക്കുന്നത് മതം, സജി ചെറിയാൻ ജയിക്കുന്നത് മതം, ചെങ്ങന്നൂരിൽ ജയിക്കുന്നത് മതം തന്നെയാ പ്രശ്നം. അതന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതാണ് ഞാനും പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഞാൻ പ്രസംഗിച്ച അപകടം സമുദായത്തിന് നഷ്ടപ്പെട്ടത് പുതിയ പിടിച്ചു വാങ്ങാനല്ല. ഇതിൻ്റെ പേര് മുസ്ലിം ലീഗ് എന്നാണ്, സാമുദായിക പാർട്ടിയാണ്. ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബാണ്. തലമുടിനാരിയാണ് അതിര്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തലമുടിനാരിയുടെ അവകാശം ഞങ്ങൾ വിട്ടുകൊടുക്കൂല. മറ്റൊരാളുടെയും തലമുടിനാരിയുടെ അവകാശം ഞങ്ങൾ കയ്യിൽ വെക്കുകയുമില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് ഈ കൊടിയും പിടിച്ച് നടക്കണമെന്നാണ് സഖാബ് നീ വിചാരിച്ചത്? സഖാവിനൊരു പ്രസംഗം ഞാൻ ഓർമ്മിപ്പിക്കാം. കേരള നിയമസഭയിൽ സച്ചാർ കമ്മീഷനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പാലൊളി കമ്മീഷൻ കൊണ്ടുവന്നു. ഞങ്ങൾ അതിനെ എതിർത്തു. VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മറുപടി, മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കലാണ് ആവശ്യമെങ്കിൽ അത് പാലൊളി കമ്മിറ്റി തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്ന്. എങ്ങനെ? നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്ന്. അത് ജനാധിപത്യമാണ്. ജനാധിപത്യം തന്നെയാണ്. അതിനപ്പുറം ഒരു വർഗീയത ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വർഗീയത പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്നിട്ട് സഖാബ് കുഞ്ഞിക്കണ്ണൻ, ഈ നക്സലൈറ്റ് ആയിരുന്ന കുഞ്ഞിക്കണ്ണനോട് ഞാൻ പറയട്ടെ, അയാൾ എന്നെക്കുറിച്ച് പറഞ്ഞ രസം കാര്യങ്ങൾ. അയാൾ മോഡിയെ നന്നാക്കി പറഞ്ഞു. ഞാൻ മോഡിയെ നന്നാക്കി പറഞ്ഞു. അബ്ദുൽ നാസർ മദനിയെ ചീത്ത വിളിച്ചു. രണ്ടാമത്തെ വാക്ക് എന്താ അറിയാൾ? ഇയാൾ ഭയങ്കര വർഗീയവാദിയാണ്. അങ്ങനെയുള്ള മോദിനെ നന്നാക്കി പറഞ്ഞ വർഗീയവാദികൾ ഏതിലെങ്കിലും ഒന്നും ഉറച്ചു കയറിയില്ലേ? ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൽ ഉറച്ചിക്കടോ? ഞാൻ മോദി ഭക്തനാണോ? RSSകാരനാണോ? മദനിയെ ചീത്ത വിളിച്ചാണ്. ഏതെങ്കിലും ഒന്നിൽ ഞാൻ അവരെ വിട്ടേക്ക്. MP രാജേഷും ഈ കുഞ്ഞുകടനൊക്കെ പോകട്ടെ. ഈ സ്വതന്ത്ര വേഷം കെട്ടിയ ചാനലുകാരില്ലേ, ആ ചാനലിനകത്തുള്ള പഴയ DYFIക്കാരോട് ഞാൻ പറയുള്ളൂ, പണി ചാനലിലും കൂലി AKG സെൻറ്ററിലും വാങ്ങുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ഈ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടല്ലോ കണറേഷ് കുമാർ, അവൻ എഴുതി തരുന്നത് അതുപോലെ വായിച്ചിട്ട് ആളുകളെ വിഡ്ഢിയാക്കാമെന്നുണ്ടെങ്കിൽ നിന്റെ പത്രവും നിന്റെ ചാനലും വായിക്കുന്നതിനപ്പുറത്ത് സോഷ്യൽ മീഡിയകളിൽ പിൻബലമുള്ള ആളുകൾ UDFൻ്റെ ഭാഗത്തുണ്ട് എന്ന് ഓർത്താൽ മതി. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തല്ലോ, മാന്യനായിരുന്നു ആ ജിമ്മി എന്ന് പറയുന്ന അദ്ദേഹം. എന്നോട് ചോദിച്ചു, ഞാൻ കൃത്യമായ ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ അതേ ചാനലിനകത്ത് തന്നെ ഇരിക്കില്ലേ എന്നെ ആക്ഷേപിക്കാതെ ഒരുത്തൻ. അയാൾ ഇറങ്ങി പുറപ്പെട്ടാണ് ആക്ഷേപിക്കാൻ. എന്നെ കണ്ടാൽ അയാൾക്ക് കലിയാണ്. ഒരു ദിവസം എന്നെക്കുറിച്ച് ഇഞ്ചിയെക്കുറിച്ചുള്ള ചർച്ച 1 മണിക്കൂർ. ഇഞ്ചി അങ്ങനെയാണ്, ഈ ഷാജി അങ്ങനെയാണ്, ഇങ്ങനെ ഇഞ്ചി വിറ്റ് പൈസ ഉണ്ടാക്കിയത്. അവസാനം അതേ ചാനലിൻ്റെ മുതലാളി പറയാണ്, അന്ന് നമ്മൾ പറഞ്ഞ തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട ഒരാൾ ഇഞ്ചി കച്ചവടം ചെയ്യുന്നവനാണ്. അതേ ചാനലിൽ നിന്നിട്ട് ഇയാൾ എൻ്റെ പേര് പറഞ്ഞില്ല, കേസ് വന്നേക്കുമെന്ന് ഭയന്നിട്ട്. പക്ഷേ ഞാൻ അയാളുടെ പേര് പറയൂല. പറയാണ്ട് തന്നെ നാട്ടുകാർക്കറിയാം. തലയിലൊരു രോമം പോലും മുളക്കാത്തത് കൊണ്ട് അയാൾ മൊട്ടയെന്ന് വിളിക്കും. തലക്കകത്തൊന്നുമില്ലാത്തത് കൊണ്ട് ചിലർ പൊട്ടനെന്നും വിളിക്കും.
ഞാൻ അയാളോട് പറയട്ടെ, ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എന്നെ കടിച്ചു കീറാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പേപ്പർ കൊടുത്തയക്കുന്ന കിണറേഷൻ ഉണ്ടല്ലോ, അവനോട് ചോദിക്കും. ഒരൊറ്റ ദിവസം ഒരേപോലെ മറ്റൊരു ചാനലിൽ നിന്നിട്ട് ആരാണ് സനീഷും ഹർഷനും ഏകപക്ഷീയമായി തോന്നിയാൽ പറയാം AKG സെൻറ്ററിൽ കൊടുക്കുന്ന വാറോല വെച്ചിട്ട്, എടോ ഞാൻ അഴീക്കോട് മത്സരിച്ച് 10 കൊല്ലം MLA ആയിട്ടാണ് രണ്ടാമത് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തത്. തോറ്റുപോയി നോമിനേഷൻ കൊടുത്തത്. പിന്നെ ഏത് കേസിൻ്റെ പേരിലാണ് ഷാജി MLA അല്ലാതായത്? നിങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കി. കാരണം നികേഷ് കുമാറിനെയാണ് ഞാൻ എതിർത്തത്. അയാളെ ഞാൻ കിണറിലിറക്കി, അയാൾക്ക് ദേഷ്യമായി എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു സത്യം ഞാൻ പറയട്ടെ, അയാളെ കിണറിൽ ഇറക്കിയത് ഞാനാണ്, അയാൾ ഇറങ്ങിയല്ല. ഞാൻ ചുറ്റും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 2-3 ആളെ വെച്ചിട്ട്, കാരണം ഇയാൾ ഒരു ഇലക്ഷൻ്റെ മര്യാദയൊന്നുമില്ല, ആ കിടങ്ങറാക്കി. അവിടെ വന്നിട്ട് മോർണിംഗ് വാക്ക്, നൂൺ വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയമല്ല, എന്തൊക്കെ ഗിമ്പിക്കുകൾ. എനിക്ക് അറിയായിരുന്നു ഇയാളൊന്ന് ശരിയാക്കാം. ഞാൻ 2-3 ആളോട് പറഞ്ഞു, വെള്ളം എടുക്കാതെ ഒന്ന് ഇറങ്ങിയേക്കുകൾ, അതൊരു ട്രെൻഡാവും എന്ന് പറഞ്ഞു. ആ സാധു ഇറങ്ങിയതാണ്. 10 മിനിറ്റ് കൊണ്ട് ഞാനവിടെ ചെന്നിട്ട് വേറെ വീഡിയോ ഉണ്ടാക്കി. എന്തായാലും ഇറങ്ങാൻ കാരണം അറിയോ? പൊട്ടനാണ്. അല്ലെങ്കിൽ ഇറങ്ങുമോ? ആരെങ്കിലും കിണറ്റിൽ ഇറങ്ങി വെള്ളം എടുത്ത് ലോകത്ത് കണ്ടിട്ടുണ്ടോ? മരിക്കാൻ ചാടിയിട്ടുണ്ട്, കിണർ നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എടോ കിണറേഷ് ഞാൻ ഇറക്കിയതാണ്, അത് മനസ്സിലായിക്കോളൂ നിങ്ങൾ. കിണറിൽ ഇറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദേഷ്യം ഇങ്ങനെ കള്ളത്തരണ്ടാക്കലല്ല. അയാൾ ഉണ്ടാക്കിയ നോട്ടീസ് മുഴുവൻ കള്ളമാണ്. ആ നോട്ടീസിന് കോടതിയിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ട് 10 കൊല്ലം MLA ആളാണ് ഞാൻ. എന്നിട്ട് ഈ പറയുന്ന സനീഷും ഹർഷനും സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് പറയണ പോലെ പറയാണ്, ഇയാൾ അന്ന് ഇലക്ഷന് ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, വെല്ലുവിളിക്കുന്നു. ആരെ? ഈ മൊട്ടയല്ല, അവൻ മാത്രമല്ല, സനീഷ് മാത്രമല്ല, ഹർഷ മാത്രമല്ല, AKG സെൻറ്ററിൻ്റെ ശമ്പളം പറ്റുന്ന ധൈര്യമുള്ള 100 പേരുണ്ടെങ്കിൽ വാ, ഞാൻ ഒറ്റക്ക് മതി. ഒരു സംവാദം നടത്തും നിങ്ങൾ. അത് ചാനൽ മുറിയിൽ പറ്റൂല, കാഞ്ഞങ്ങാട് ഇവിടെ സ്റ്റേജ് കെട്ടാം. KM ഷാജിയുടെ നാവിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കുന്ന ഒരു വാക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് ഞാൻ വരും നിങ്ങളുടെ അടുത്ത്. പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ട് അത് ചാനൽ മുറിയിൽ ഏകപക്ഷീയമായി സംസാരിച്ച പോരാ. അവിടെ ഇരുന്ന ചോദിക്കാൻ ആളുണ്ടാവില്ല. ഞാൻ ചോദിക്കാനിരിക്കും, ചാനൽ മുറിയിൽ വരൂല. നിങ്ങൾ കട്ട് ചെയ്യും. പുറത്തു വാ, തെരുവിൽ വാ, ജനങ്ങളുടെ മുമ്പിൽ വാ. അവിടെ ചോദിക്കാൻ ആളില്ലാതെ വെച്ചിട്ട് ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പറഞ്ഞ കേസ് ഇതുപോലല്ലേ അഴിമതി കേസ് പറഞ്ഞത്? എന്തേടോ ചാനലിൽ KM ഷാജിയുടെ 25 ലക്ഷം രൂപ പറയാത്തത്? വീട് റൈഡ് ചെയ്തത് പറയാത്തത്? എന്നെ ED ചോദ്യം ചെയ്തത് പറയാത്തത്? കോടതി വലിച്ചെറിഞ്ഞതാണ്. അറിയോ നിങ്ങള്? എൻ്റെ വീട്ടിൽ നിന്ന് പൈസ പിടിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം. ആ പണം KM ഷാജിയുടെ സേഫിൽ തിരിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എൻ്റെ പിണറായി വിജയൻ്റെ പോലീസ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെ കൊടുത്തിട്ടില്ല. എടോ EDയുടെ കേസ് എല്ലാവരുടെ പേരിലുണ്ട്, എൻ്റെ പേരിലുള്ള കേസ് നിൽക്കൂല. സുപ്രീം കോടതി വലിച്ചെറിഞ്ഞതാണ്. എന്നിട്ട് ആക്ഷേപിക്കാൻ വരിക. ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ വിചാരിക്കുന്ന ഗണത്തിൽ 4 ചാനലിനെ കൂട്ടുപിടിച്ചിട്ട് എന്നെ ശരിയാക്കാൻ വിചാരിച്ചാൽ നടക്കുന്ന സൈസ് അല്ല എന്ന് ഉറപ്പിച്ച് വെച്ചോ. നിങ്ങൾ ആ കളി നിങ്ങൾ വേറെ കളിച്ചോളണം. എൻ്റെ അടുത്തല്ല അത് വേണ്ടത്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. എന്തൊക്കെയാണ് വിളിക്കണത്? ആദ്യം പറയാം ഇവൻ കുമ്മനം ഷാജിയാണ്, പിന്നെ പറയാം മോദി ഭക്തനാണ്, പിന്നെ പറയും വേറൊരുത്തൻ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഇവൻ ഭയങ്കര വർഗീയവാദിയാണ്, മുസ്ലിം വർഗീയവാദിയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തൻ പറയാണ് ഇവൻ പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന ഹമുക്കാണ്. അപ്പം ഞാൻ പിന്നെ എന്തടോ, ഇസ്ലാമിലും ഇല്ല, അതും പോയോ? ഇതിനകത്തില്ല. നിങ്ങൾ എന്ത് തരത്തിലാണ് ആക്ഷേപം? നിങ്ങൾക്ക് വിഷമമുണ്ട്, വിഷമിച്ചിട്ട് കാര്യമില്ല. റൂഹ് പോകുന്നത് വരെ നിൻ്റെ നെറികേടുകൾക്കെതിരെ സംസാരിച്ചു കൊണ്ട് തന്നെ നിൽക്കും. വളയാത്ത നട്ടല്ലുയർത്തി പിടിച്ചു പറയും. ഞങ്ങളൊക്കെ ആവേശം കൊണ്ടത് ഒളിവീടുകളിൽ പോയി നിൽക്കുന്ന AKGയിൽ നിന്നല്ല, നെഞ്ചു പിരിച്ചു കേരളത്തിൻ്റെ മുമ്പിൽ നിന്ന് CH മുഹമ്മദ് കോയ സാഹിബിൽ നിന്നാണ്. ഞങ്ങൾ ആവേശം കൊള്ളുന്നത് അവരിൽ നിന്നാണ്. ഞാനിവിടെ ഉണ്ടാവും, ധൈര്യം ഉണ്ടെങ്കിൽ വാ. എൻ്റെ CPMകാരാ നാശത്തിലേക്കുള്ള പോക്കാണ്. MA ബേബിക്ക് അത് മനസ്സിലായി. അയാൾ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് അയാൾ വീട്ടിൽ കയറി പാത്രം കഴുകി മോഡൽ കാണിച്ചത്. കാരണം എന്താണെന്നറിയോ? 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ പൊറാട്ടയും ഹോട്ടലിലെ പാത്രം കഴുകൊക്കെ നടക്കുന്നത്. അതിൻ്റെ ട്രെയിനിങ് ആണ്. ഈ പണികൾ ചെയ്യേണ്ടിയിരുന്നു MA ബേബി കാണിച്ചെന്നാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ആ രാഷ്ട്രീയം അവിടെ വെച്ചാൽ മതി. നിങ്ങളുടെ വൃത്തികെട്ട വർഗീയതയുടെ രാഷ്ട്രീയത്തിലേക്ക് എന്നെ ചേർത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. എന്താണ് സജി ചെറിയ മാപ്പ് പറഞ്ഞു? കാരണം അയാൾ വർഗീയത പറഞ്ഞാണ്. ഞാൻ മാപ്പ് പറയാം. എങ്ങനെ?
മതമല്ല 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 മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞു അല്ലേ? അപ്പം തിരിച്ച് പറയണത് എന്താണ്? മതമല്ല 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 പ്രശ്നം എന്നല്ലേ പറയേണ്ടത്? പോയി പണി നോക്കണോ? എനിക്ക് എൻ്റെ മതം പ്രശ്നമാണ്. എന്നെ തെരഞ്ഞെടുപ്പ് തോപ്പിക്കാൻ പറ്റുന്ന, എന്നെ വെട്ടുന്ന, എന്നെ ഇല്ലാണ്ടാക്കുന്ന അല്ലേ? എൻ്റെ വിശ്വാസം എനിക്ക് വലുതാണ്, എൻ്റെ ജീവനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഞാനത് മാറ്റി പറയില്ല. രണ്ടാമത് എന്താ പറയേണ്ടത്? ഷാജി പറഞ്ഞ അപകടം എന്താ അറിയോ? നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കും. അപ്പോൾ ഷാജി എന്താ പറയേണ്ടത്? നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കൂല. കൊക്കിൽ ജീവനുണ്ട്, തിരിച്ചു പിടിച്ചിരിക്കും. മാറ്റി പറയില്ലടോ. നിന്റെ സജി ചെറിയാൻ പറഞ്ഞ പോലത്തെ വൃത്തികേടല്ല ഷാജി പറഞ്ഞത്. നിന്റെ AK ബാലൻ പറഞ്ഞ വൃത്തികേടല്ല ഷാജി പറഞ്ഞത്. അതുകൊണ്ട് തിരുത്തേണ്ടിയും വരില്ല. സ്നേഹപൂർവ്വം ഞാൻ പറയട്ടെ, ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. കേരളം ഇവിടെയുണ്ട്, ജനങ്ങൾ കൂടെയുണ്ട്, ഇടതുപക്ഷമുണ്ട് നമ്മുടെ കൂടെ. ഈ CPM എന്ന് പറയുന്ന വലതുപക്ഷമല്ല, അത് ഇടതുപക്ഷമല്ല. പിണറായി വിജയൻ എന്ന കോർപ്പറേറ്റിൻ്റെ കീഴിൽ നിൽക്കുന്ന മുതലാളിമാർ, അവർക്കെതിരെ നടത്തുന്ന ജനകീയ പോരാട്ടത്തിന് തുടക്കമാവട്ടെ ഈ വിജയമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നിന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.